എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതുവർഷത്തിൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് എൻ്റെ വരാൻ പോണ വീഡിയോ ഇതാണ്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ആ വീഡിയോ ചില കാര്യങ്ങൾ കൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടം രണ്ടുപേരുടെ ബർത്ത്ഡേ പാർട്ടി അതിലുണ്ടായിരുന്നു. അതെല്ലാം നല്ല നല്ല ഓർമ്മകളല്ലേ, നിവേദ മോളുടെ ആയിരുന്നാലും രുദ്രൻ്റെ ആയിരുന്നാലും. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആയിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഹൈലൈറ്റും. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അതെനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരുപാട് സങ്കടമുണ്ട്. ഒരു വീഡിയോ നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ ആയി വരണതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു 30-36 മിനിറ്റുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ 100-120 വീഡിയോസ് അതിൽ കാണും. അതെല്ലാം കുത്തിയിരുന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ നോക്കി എഡിറ്റ് ചെയ്ത് പിന്നെ അതിൽ വോയിസ് ഓവർ കൊടുത്ത് പിന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പിന്നെ അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ആരെങ്കിലും പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യാനാണെന്ന്. നിങ്ങളാരും പറഞ്ഞതല്ല, എൻ്റെ സ്വന്തം ഇഷ്ടം തന്നെ. എന്നാലും ഞാൻ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ പറയണം. നമുക്ക് നിസ്സാരം പോലെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ ഇന്നലെ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നലെ നമുക്ക് ചക്ക കിട്ടിയായിരുന്നേ. ഞങ്ങളെ വീടിനടുത്തൊരു അമ്മ കൊണ്ടുവന്നതാണ്. ചക്ക സീസണൊക്കെ കഴിഞ്ഞിട്ട് ചക്ക കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് അവർ ചക്ക വേണമെന്നൊന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചക്ക മടലോടെ കൊണ്ടുവരണേന്ന്. എന്നാൽ മാത്രം ഇന്ന് ഇപ്പം വൈകുന്നേരമാണ് ചക്ക കൊണ്ടുവന്നത്. വൈകുന്നേരം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിറ്റേന്ന് വേണം ചക്ക എരിശ്ശേരി വയ്ക്കാനായിട്ട്. അങ്ങനെ മടലോടെ ഇരുന്നാൽ അതോടെ അങ്ങ് ഫ്രിഡ്ജ് വയ്ക്കുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ അതങ്ങ് ഇരുന്നോളൂ, ഒരു പ്രശ്നവും വരില്ല. നമ്മൾ അല്ലാണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്ക ഇറുത്തിട്ടിട്ട് കൊണ്ടുവരുമ്പോഴേ എങ്ങനെയൊക്കെ ഇനി കവർ കെട്ടി വെച്ചാലും പിറ്റേന്നാകുമ്പോഴേക്ക് ചെറുതായിട്ടൊരു മഞ്ഞൾ പോലെയൊക്കെ തോന്നും. പിന്നെ അതിൽ ചെറിയ മധുരം വെച്ച പോലെയൊക്കെ തോന്നും. അപ്പോഴത്രയ്ക്ക് അത് ശരിയാവില്ല. ഇതാകുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അങ്ങനെ അമ്മ അവിടെ ചക്ക വെട്ടി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ പോണത് വട്ടത്താമര ഇല എടുക്കാനാണ്. ഇത് വേറൊന്നിനുമല്ല, പൂക്കൾ പറിക്കാനാണ്. നമ്മുടെ എരിക്കും പൂവില്ലേ, അപ്പോൾ ഇന്നും ശിവൻ്റെ അമ്പലത്തിൽ പോകണം. പോകുമ്പോഴേക്ക് എരിക്കും പൂ കൊണ്ടുപോകാമല്ലോ. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ദൈവമേ നിറച്ച് പൂത്ത് നിൽക്കുകയാണ്, ഇടങ്ങ് പൂ തൊലഞ്ഞ് കിടക്കുകയാണ്. ഇനി ഈ വെയിലും ഈ ഉണക്ക സമയമൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്താണ് എരിക്കും പൂവൊക്കെ ഇത്രയും പൂക്കണത്. അപ്പോൾ എരിക്കായിരുന്നാലും ചെമ്പരത്തി ആയിരുന്നാലും ഇതൊക്കെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ എരിക്കുമ്പൂ അറിയാമല്ലോ, മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എരിക്കുമ്പൂ കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് ആരാണ് കൊണ്ട് തന്നതെന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ കണ്ണ് തുറന്ന് നോക്കുമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന് എരിക്കുമ്പൂവ്. അപ്പോൾ ചോദിക്കും അപ്പോൾ കൂവളം ഇഷ്ടമല്ലേ എന്ന്. കൂവളവും ഇഷ്ടമാണ്, പക്ഷേ എരിക്കിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എരിക്ക് കുറേ പൂക്കളുണ്ടായിരുന്നു. അല്ല 2-3 കൊണ്ട മാത്രമല്ല നമ്മൾ കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ എരിക്കിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എത്രത്തോളം എനിക്കറിയില്ല. എരിക്കും പോകുമെന്ന് വെച്ചാൽ സൂര്യപ്രകാശം അതിൻ്റെ ആ കിരണങ്ങൾ ഫുൾ അതങ്ങ് അബ്സോർബ് ചെയ്യുമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള എരിക്കുമ്പോഴൊക്കെ എടുത്ത് പുള്ളിക്കാരൻ അമ്പലത്തിലോട്ട് പോയി. ഇനി ഒന്ന് ചായയൊക്കെ കുടിക്കണം. ഒരു ചായ കുടിക്കുമ്പോഴേക്കും നല്ല അങ്ങ് ഫ്രഷ് ആവാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ പണ്ട് എനിക്ക് ഈ ശീലമേ ഇല്ലായിരുന്നു. ചായ കുടിച്ചില്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ചായ എനിക്ക് അങ്ങ് മസ്റ്റായി പോയത്. കാരണം ഇവിടെ അമ്മയ്ക്കൊക്കെ ചായ ഇല്ലാണ്ട് ഒരു ദിവസം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞാനും ആദ്യമൊന്നും അങ്ങനെ ഇങ്ങനെ വലിയ അഡിക്റ്റ് അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലേ അയ്യോ ഭയങ്കര തലവേദനയാണ്. രാവിലെ പിന്നും പ്രശ്നമില്ല എന്ന് പറയാം, വൈകുന്നേരം ആകുമ്പോഴും ഒരു ചായ കുടിച്ചേ പറ്റുള്ളൂ. രാവിലെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്, എന്നാലും വൈകുന്നേരത്ത് അത്ര പ്രശ്നമില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് മോൻ ഇനി പാല് കാച്ചി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് മോന് കാച്ചാനുള്ള പാലൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കാച്ചി വെച്ചിട്ടൊരു അടിയും പിടിയൊക്കെ നടത്തിയാലേ കുടിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ഇന്നലെ FBയിലിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ മോൻ്റെ സ്വഭാവത്തിൽ. വീണ്ടും ഞാൻ പറയുകയാണ്, മോനല്ല മാറ്റം വന്നത്, സത്യം പറഞ്ഞ് ഞാനാണ് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് മോൻ്റെ സ്വഭാവം ഇത്രയും മാറിയെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ ദേഷ്യം എന്നറിയാം, ഞാൻ എന്ത് കാണിച്ചാലും പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു മോൻ്റെ അടുത്ത്. വന്നിട്ട് നല്ല വഴക്കും കൊടുക്കും. ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്നും പറയുമ്പോഴേക്കും അവൻ അതിൻ്റെ അപ്പുറം കാണിക്കും. ഇപ്പോഴല്ലേ എനിക്ക് ആ ട്രാക്ക് പിടിയിട്ടത്. ഇപ്പം ഞാൻ ദേഷ്യം മാറ്റിയിട്ട് സെൻറ്റി ആയി തുടങ്ങിയപ്പോഴേക്ക് ആ കേസ് ഇങ്ങനെ എൻ്റെ വരുതിക്ക് വരണുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ അപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ മിക്കവാറും ഒന്നുമില്ല, ചിലപ്പോഴൊക്കെ മാവ് വാങ്ങാറുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെ അരി ആട്ടിയെടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യത്തിന് മാവ് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ മൺവിളയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിനടുത്ത കടയിൽ നിന്നാണ് ഞാൻ ഈ മാവൊക്കെ വാങ്ങാറ്. സത്യത്തിൽ എനിക്ക് ഈ മാവ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ചുട്ടിട്ട് അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയില്ല.
പക്ഷേ ഞാൻ നമ്മുടെ വീടിനടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പം ചുട്ട സമയത്ത് നല്ല കിടിലനായിരുന്നു. അതിലാണെങ്കിൽ അതിൽ കൂടെ തന്നെ സോഡാപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ മാവിൽ ആ കവറിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലങ്ങനെയൊന്നുമില്ല. എന്തായിരുന്നാലും അപ്പം കൊള്ളൂലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ദാ ഈ പറയും പോലെ ആ മാവൊക്കെ എടുത്തിട്ട് ഈ കവറങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് ആ ടെയിലൊട്ടിച്ച് വയ്ക്കുമ്പോഴേക്ക് ആ വെള്ളം എല്ലാം മാറുന്നു പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വേസ്റ്റ് കൊടുക്കുമ്പോൾ ഹരിതകർമ്മ സേന ചേച്ചിമാർ നല്ല സന്തോഷത്തോടെ എടുത്തുകൊണ്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അതിൽ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇരിക്കുമ്പോഴേക്കും അതിരുന്ന് പുഴുത്ത് അവരും മനുഷ്യരല്ലേ, അവർ വന്ന് ഇതെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലും ആയിരിക്കും. നമുക്ക് തന്നെ കണ്ട അലർജി ഒരു അറപ്പ് തോന്നും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചുമ്മാ നമ്മൾ അവരുടെ അടുത്ത് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. അങ്ങനെതാ ഇനി അപ്പം ചുടണം, അതാണ് അടുത്ത ജോലി. ദോശ, അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, പുട്ട് ഇതൊന്നും അല്ലാണ്ട് നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ഇപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, കേശു പുട്ട് അങ്ങനെ കഴിക്കാറില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മോനെ കൊണ്ടങ്ങ് തീറ്റിക്കാം. ബാക്കിയൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്ക് കഴിക്കാനായിട്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്ത് പറയാനായിട്ട്, അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വടക്കോട്ടുള്ള ആൾക്കാരും തെക്കോട്ടുള്ള ആൾക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരിക്കലും നമ്മളെ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് പറ്റൂല. ഇനി ചന്തയിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ ബാക്കി കാര്യം പറയാം. രണ്ടെണ്ണം മതി 150 രൂപയ്ക്ക്. അത് കൊണ്ട് പോയിട്ട് മൂന്നെണ്ണം വാങ്ങിക്കില്ല, മൂന്നെണ്ണം വാങ്ങിക്കണേ. രണ്ടെണ്ണം 150 രൂപ, 150 രൂപ. രണ്ടെണ്ണം 150 രൂപ. 100 രൂപ. 100 രൂപ. 100 കീരിച്ചാണ് 100 രൂപ. മത്തി കീരിച്ചാണ് 100 രൂപ. മത്തി 100 രൂപ. മത്തി കീരിച്ചാണ് 100 രൂപ. മത്തി 100 കീരിച്ചാണ് 100 രൂപ. മത്തി കീരിച്ചാണ് 100 രൂപ. 100 രൂപ. മത്തി 100 കീരിച്ചാണ് 100 രൂപ. അത് 200 രൂപ. മത്തി കീരിച്ചാണ് 100 രൂപ. ഇന്ന് മീൻ കുറവായിരുന്നു കേട്ടോ. ചന്തയിൽ ഭയങ്കര വിലയായിരുന്നു മീനെല്ലാം. 100 രൂപ പങ്കൊക്കെ കുറവായിരുന്നു, എല്ലാം 200 രൂപ പങ്കാണ്. പിന്നെ ഞാൻ ചന്തയിൽ വന്ന ഉടനെ ഈ അങ്കിൾ ഉണ്ടോ എന്ന് നോക്കും. ആളിൻ്റെ കയ്യിൽ നിന്ന് മരിച്ചിനെ വാങ്ങിച്ചാലുണ്ടല്ലോ, നല്ല കിടില മരിച്ചിനെയാണ്, നല്ല വെണ്ണ പോലെ വേവണ മരിച്ചിനെ എന്ന് പറയുമല്ലോ, അത് ഗ്യാരൻറ്റിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നാണ് മരിച്ചിനെ വാങ്ങുന്നത്. 1 കിലോയ്ക്ക് 40 രൂപയാണ്. അങ്ങനെ മരിച്ചിനെയും മീനൊക്കെ വാങ്ങി. ഞാൻ വാങ്ങിയത് അയല മീനാണ്. അയല 3 എണ്ണം 100 രൂപയായിരുന്നു. നല്ല പച്ച പിടയ്ക്കണ അയലയാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇത് വേളാപ്പാരിയുടെ കുഞ്ചാണ്. അപ്പോൾ ഈ വേളാപ്പാര എന്നല്ല, ഈ പാര മീൻ വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. പാര കുറേ വെറൈറ്റി ഉണ്ടല്ലോ, കയ്പ്പം പാര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചില സമയത്ത് വാങ്ങുമ്പോഴേക്കും അതായിപ്പോൾ ആ മീൻ കറി വെച്ചോണ്ടല്ലോ, എൻ്റെ പൊന്നെ മീൻ കറിയാണ് എന്താണ് കഴിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ, ഒരു രുചിയും ഇല്ലാത്തൊരു മീനാണ്. അപ്പോൾ ഈ പാരമീൻ വാങ്ങാൻ നേരത്ത് ഞാൻ അടുത്ത് നിൽക്കുന്ന ആൻറ്റിമാരൊക്കെ കാണുമല്ലോ, അവരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കിയിട്ടേ വാങ്ങാറുള്ളൂ. മീൻകാർ പറയണുണ്ട് ഇത് വേളാപ്പാരയുടെ ചെറുതാണെന്നൊക്കെ, എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, കച്ച കപടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച് കൺഫേം ആക്കിയിട്ടാണ് വാങ്ങിച്ചത്. എന്നിട്ടും കൊണ്ടുവന്ന അമ്മയും കൂടെ അതിന് ശരി വെച്ചപ്പോഴേ എനിക്കൊരു സമാധാനം വന്നോളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് പൊരിക്കാമെന്ന്. അപ്പോൾ ഇന്നിന് ചക്ക എരിശ്ശേരി വയ്ക്കണം. ഞങ്ങൾ മിക്കവാറും ചക്ക എരിശ്ശേരിയാണ് വയ്ക്കാറ്. എരിശ്ശേരി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രത്യേക രുചിയാണ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എരിശ്ശേരിയേക്കാളും അമ്മ ഇങ്ങനെ ഉടച്ചല്ലാണ്ട് വയ്ക്കുമല്ലോ, മരിച്ചിനെയൊക്കെ ഉടച്ച് വയ്ക്കും പോലെ, അത് ആ രീതിക്കാണ് അമ്മ വയ്ക്കണത്. എനിക്ക് അതിൻ്റെക്കാളും ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് എരിശ്ശേരിയായിട്ട് വയ്ക്കണതാണ് ഇഷ്ടം.
അപ്പോൾ ഇനി വെളപ്പാര പൊരിച്ച് അയല മീൻ കറി വെച്ച് ഒരു രസം കൂടെ വെക്കണം. ചക്ക എരിശ്ശേരി ഉണ്ടല്ലോ, ചക്ക എരിശ്ശേരി ഉണ്ടെങ്കിൽ രസം കൂടെ വെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് അതെല്ലാം കട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നിർത്തിയില്ലേ, അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും തെക്കും വടക്കും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. ചുരുക്കി പറഞ്ഞ ഓണം നമ്മൾ ആഘോഷിക്കുന്ന കാര്യമായാൽ പോലും നമ്മളിവിടെ തെക്കോട്ടുള്ളവർ ആഘോഷിക്കും പോലല്ല വടക്കോട്ടുള്ളവർ ആഘോഷിക്കുന്നത്. ഈ ഓണത്തപ്പൻ സങ്കല്പമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വടക്കോട്ടാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയുള്ള കുറേ വീഡിയോസ് കണ്ടിട്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഓണത്തപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത്ത ഇടണത് പോലും. അതുപോലെ ഞങ്ങൾ അത്തോ എന്നാണ് പറയണത്, നിങ്ങൾ അതും അല്ലല്ലോ, പൂക്കളമെന്നല്ലേ അങ്ങോട്ട് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മരണം നടന്നാലും അതിൻ്റെ ചടങ്ങുകൾ തന്നെ ഒരുപാട് മാറ്റമാണ്. അതിപ്പോൾ നമ്മളൊരു പ്രത്യേക ജാതിക്കാരായതുകൊണ്ടാണ് ആ ചടങ്ങുകൾ മാറ്റം അങ്ങനെയൊന്നുമല്ല, ഓരോ സ്ഥലത്തിൻ്റെ മാറ്റം അനുസരിച്ച് മാറും. അപ്പോൾ ഞാനത് മുന്നേ ഉള്ള വീഡിയോസിലേ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ അവിടെ ഒരു മരണം നടന്നാൽ, ഇപ്പോൾ എൻ്റെ വല്യച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് പൊലയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. പക്ഷേ വല്യച്ഛൻ മരിച്ച വീട്ടിൽ അവിടെ എന്തെങ്കിലും ബലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് വ്രതം. അതുമല്ല ആ വീട്ടിലും പിന്നെ ഇപ്പോൾ അസ്ഥിയും ഇതൊക്കെ ഇരിക്കണത് കൊണ്ട് 5 ദിവസം വരെ മീനൊന്നും വെക്കൂല. ഇപ്പോൾ 16 ദിവസം അസ്ഥി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 16 ദിവസവും മീൻ വെക്കൂല. പക്ഷേ ബാക്കി നമ്മളെല്ലാവരുടെ വീട്ടിലും നമുക്കിപ്പോൾ അതിനുള്ള ബലിയിടാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻ വെക്കും. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ ഭാഗത്തോട്ടോ അങ്ങോട്ടൊക്കെ 41 വരെ നിങ്ങൾക്ക് വ്രതമാണ്, 41 വരെ മീനൊന്നും കൂട്ടൂല എന്ന് പറയണ കേട്ടിട്ടുണ്ട്, 16 വരെ മീൻ കൂട്ടൂല എന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല. ഇനി വേറെ എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ. ഞങ്ങളിപ്പോൾ ഏത് ജാതിക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് കമൻറ്റ് ചെയ്ത ആൾക്ക് മനസ്സിലാവും. അല്ലാതെ ഞാൻ ആരോടെ ഒരു ദേഷ്യവും വിദ്വേഷവും ഒന്നും വെച്ച് പറയണതല്ല. നമ്മുടെ രീതി അങ്ങനെയാണ്. പിന്നെ 41 ചടങ്ങിന് മിക്കവാറും എല്ലാവരും 41-ന് ബിരിയാണി തന്നെയാണ് കൊടുക്കുന്നത്, അതും ചിക്കൻ ബിരിയാണി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് 16-നും അങ്ങനെയാണ്. നമ്മൾ ചിക്കനും വെച്ചിട്ടല്ലേ ചോറ് കൊടുക്കുന്നത്. 16-ന് സദ്യയാണെന്നുണ്ടെങ്കിൽ ചിക്കനും ചോറുമാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു സങ്കല്പത്തിൽ 16 എന്ന് പറയുമ്പോഴേക്ക് ആ മരിച്ചുപോയ ആൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം നമ്മൾ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് രീതി. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അപ്പോൾ നിങ്ങളുടെ രീതി അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യണതെല്ലാം തെറ്റാണ്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് ഓരോ രീതികൾ മാറും. അപ്പോൾ അതൊക്കെ കണ്ട് ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്ത് ജാതിക്കാരാണ് അതോ ഇങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദേഷ്യപ്പെട്ടല്ല എന്നോട് ചോദിച്ചതെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതാണ് അതിലുള്ള കാര്യം. 41-ന് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചത്. എന്താ പറയാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ. ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത്. ഇപ്പോൾ കറികളുടെ കാര്യമായിരുന്നാലേ, ഞങ്ങളിവിടെ സാമ്പാർ വറുത്തരച്ച് ഇങ്ങനെ തേങ്ങ അരച്ച് നമ്മൾ സാമ്പാർ വെക്കാറില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ അങ്ങോട്ടൊക്കെ ഉള്ളവർ, നിങ്ങൾ വടക്കോട്ടുള്ളവർ സാമ്പാറിൽ തേങ്ങ അരച്ച് വറുത്തരച്ചൊക്കെയല്ലേ സാമ്പാർ വയ്ക്കണത്. അതുപോലെ മീനിൽ നിങ്ങൾ അധികം തേങ്ങ ചേർക്കാറില്ല. പക്ഷെ നമുക്ക് തേങ്ങ അരച്ച് മീൻ കറി കൂട്ടാതിരുന്ന എന്തോ ഒരു വിഷമം പോലെയാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ കറികൾ തൊട്ട് എന്ത് കാര്യത്തിലായിരുന്നാലും. ഇപ്പം എൻ്റെ അനിയത്തിയിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തൃശ്ശൂരാണ് ആ കൊച്ചുള്ളത്. അപ്പം ഞങ്ങളൊരു ദിവസം അവരെ വീട്ടിൽ പോയപ്പോഴേ മീൻ കറി കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണില്ല. എന്ന് വെച്ചാൽ മീൻ കറി ഇങ്ങനെ വെള ഇരിക്കും പോലെയാണ്. നമ്മളിവിടെ ഇടന്ന് വെച്ചാൽ ഇങ്ങോട്ടൊക്കെ നമ്മൾ മീൻ കറി വയ്ക്കുമ്പോഴേക്കും നല്ല മുളക് പൊടിയൊക്കെ നന്നായിട്ട് അരച്ച് നല്ല കളർ വേണം മീൻ കറിക്ക്. കാണുമ്പോഴും നല്ല ചുവന്നിരിക്കണം, അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല എരിവ് വേണം. പക്ഷെ അങ്ങോട്ടുള്ളവർ മീൻ കറി അങ്ങനെയല്ല വെക്കണത്. നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു മീൻ കറി കൂട്ടാനായിട്ട്. വേറെ കറികളൊന്നും പ്രശ്നമല്ല, മീൻ കറിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓരോ നാട് മാറുന്നതനുസരിച്ചിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾക്കും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ മെയിൽ അയച്ചോ, ഞാനതിന് മറുപടി തരാം. അല്ലാണ്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പേഴ്സണലായിട്ടും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ആരെ കാര്യങ്ങൾ ഇപ്പം ഞാൻ അതിന് മറുപടി തന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട് പിടിച്ച് കുറേ കാര്യങ്ങൾ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതാണ് മെസ്സഞ്ചറിൽ വാന്ന് പറയണത്. മെസ്സഞ്ചറിൽ വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ.
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്ന സമയത്ത് ഞാൻ ആൾക്ക് മെസ്സഞ്ചർ ഉണ്ടോ എന്ന് നോക്കി, അതിൽ മറുപടി കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ആൾക്ക് മെസ്സഞ്ചർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും അതിൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെടുത്തും ദേഷ്യവും വെറുപ്പോ ഉള്ളതൊന്നും അല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാനുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ശരി, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇനിതാ ഇവിടെ നമ്മളിപ്പോൾ കാക്കയ്ക്കൊക്കെ ചോറ് വെച്ച് കൊടുക്കണോണ്ടേ ആ ചോറെല്ലാം അത് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ തട്ടിയിട്ടിരിക്കും ഇതിൻ്റെ പുറത്തെ. അപ്പോൾ എപ്പോഴും തൂത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചോറാണ്, അറിയാമല്ലോ, നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴേക്കും കാലിലിങ്ങനെ പശ പോലെ ഒട്ടും. അല്ലെങ്കിൽ അതുമല്ല, ചോറിൽ ചവിട്ടാനും പാടില്ലല്ലോ. പിന്നെ ഇപ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ മിക്കവാറും ചോറൊക്കെ കൊടുക്കണത് കൊണ്ട് ഒരു 6:30 മണിയാകുമ്പോഴേക്കും, ഇപ്പം സൂര്യ ഉദിച്ച് വരാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഒരു 6:30 മണിയാകുമ്പോഴേക്കും അടുക്കള സൈഡ് വന്ന് വെറ്റുകൾ വിളിക്കാൻ തുടങ്ങും കേട്ടോ. കാക്കകളെല്ലാം അവർക്കറിയാം ആഹാരം ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു തുടങ്ങി, ഇപ്പോൾ അവരുടെ അവകാശം പോലെ ആയിട്ടുണ്ട്, എന്നെ വന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ 2-3 ദിവസം കൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചോറുണ്ടെങ്കിൽ അതിന് രാവിലെ തന്നെ അങ്ങ് കൊടുക്കും. പിന്നെ അവരായിട്ട് ചോദിപ്പിക്കേണ്ടല്ലോ, ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വേളാപ്പാര മീൻ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറച്ച് ഇതുപോലുള്ള മീനുണ്ട്. ഈ പാര മീനൊക്കെ അറിയാമല്ലോ, കുറച്ചിങ്ങനെ പരന്നല്ലേ ഇരിക്കുന്നത്. എനിക്കിങ്ങനെ കുറച്ച് പരന്നിരിക്കുന്ന മീൻ പൊരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് പോലെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ തലേ ദിവസത്തെ ചോറ് ഒരു ഊറ്റി വടിക്കണ ഒരു വീഡിയോ ഇട്ടല്ലോ. അയ്യോ, ഫേസ്ബുക്കിലൊക്കെ എന്തെല്ലാം കമൻറ്റുകളാണ് വരുന്നത്. ഞാൻ വിനാഗിരി ഒഴിച്ച് കഴുകണം എന്നാണേ പറഞ്ഞത്. അതിനൊന്നും മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മറുപടി കൊടുക്കാനും പോയില്ല. ആൾക്കാരൊക്കെ വന്നിട്ടോ അയ്യോ വിനാഗിരിയിലാണോ അസുഖം വരില്ലേ എന്നൊക്കെ ചോദിക്കണേ. കേട്ടാ, കുറച്ച് ഒരു ചരുവം വെള്ളത്തിൽ ഒരു അടപ്പ് വിനാഗിരി ഒഴിച്ച് കഴുകണം, കഴുകി കളയണം എന്നാണ് പറഞ്ഞത്. കഴുകിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകാം. ഈ തലേ ദിവസത്തെ ചോറെന്ന് പറഞ്ഞാൽ തലേ ദിവസം വെള്ളം ഒഴിച്ച് വെക്കാൻ മറന്നു പോയാലുള്ള കരിച്ചിൽ. അതിപ്പോൾ നമ്മൾ റേഷൻ അരിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സ്മെല്ല് വരും. അല്ലാണ്ട് പഴകി പുളിച്ച് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ചോറ് എന്നല്ല അതിൽ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ എന്ത് പൊട്ടത്തരം കാണിച്ചാലും ആസ്വദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ അവർ മതി. നമ്മളെന്തിനാണ് ചുമ്മാ നമ്മളെ നെഗറ്റീവ് പറയണവരെ നമ്മൾ കാണുമ്പോഴേക്ക് തന്നെ നെഗറ്റീവ് അടിക്കണവരുടെ അടുത്തും പോണതും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണതും നമ്മൾ ഇഷ്ടപ്പെടണ ഒരു 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. നമുക്ക് അവിടെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകളും പിന്നെ അതുമല്ല അത് കണ്ടിട്ട് അത് എനിക്ക് ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്. ചേച്ചി ഇപ്പോൾ എയറിലായല്ലോ ഈ ഫേസ്ബുക്കിൽ എത്ര നെഗറ്റീവ് കമൻറ്റാണ് വരണതെന്ന്. അപ്പോൾ അത് അതിങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്തൊക്കെ ആൾക്കാരാണല്ലോ, എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ എന്തായിരുന്നാലും അതിൽ ഞാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വിനാഗിരി ചേർക്കാത്ത ആഹാരമാണ് കഴിക്കണതെന്ന് എന്താണ് ഉറപ്പെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും അച്ചാർ കഴിക്കുമോ, എന്തായാലും വിനാഗിരി ചേർത്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ച് ചോറിൽ കൂടെ വിനാഗിരി അല്ലെങ്കിൽ ചോറ് വയ്ക്കണ ആ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതിലാണ് ചോറിട്ട് കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ കറികളൊക്കെ എല്ലാം ഇത്രയും പറഞ്ഞപ്പോഴേക്ക് റെഡി ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചക്ക എരിശ്ശേരി വയ്ക്കുമ്പോഴേക്കും നമ്മൾ ചക്ക എങ്ങനെയാണ് ചക്ക ഉടച്ച് വയ്ക്കൂലേ, അത് തന്നെയാണ് സംഭവം. അത് കുറച്ചൊന്ന് ലൂസാക്കി വെച്ചിട്ട് ലാസ്റ്റ് കടുകൊക്കെ താളിച്ചൊഴിക്കുമ്പോഴേക്കും കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ടാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. ഇനി ഒരു രസം കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ രസം വയ്ക്കുമ്പോഴേക്ക് രസം ആയാലല്ലേ നമുക്കത് കഴിക്കാനായിട്ടൊരു തോന്നുള്ളൂ. പല രീതിയിൽ രസവും പല വെറൈറ്റിയിൽ വയ്ക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇല്ലായിരുന്നു, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ കാന്താരി മുളകല്ല കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് കടുകൊക്കെ താളിച്ചിട്ട് അതിനെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്ത് അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ നേരത്തെ ഇട്ടതിൽ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നേ ക്രഷ് ചെയ്യാനായിട്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പോഴേക്കൊന്ന് അടുക്കി പിടിക്കും പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത്.
ഇനി കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ നല്ല വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടെടുക്കുമ്പോഴേക്ക് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിനെ അടച്ചു വെച്ച് കഴിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ഈ രസം വയ്ക്കേണ്ടതിൻ്റെത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിലോട്ട് ഈ ചൂട് രസം കൂടെ ഒഴിച്ചിട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ല എന്ത് രുചിയാണെന്നറിയാമോ, ഭയങ്കര ടേസ്റ്റാണ്. ഈ രസം വെക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ചിരിക്കും, കഞ്ഞിവെള്ളത്തിൽ രസം ഒഴിച്ച് കുടിക്കാനായിട്ട്. പിന്നെ അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെ നല്ല ചെറു ചൂട് കഞ്ഞിവെള്ളത്തിൽ നല്ല ചൂട് രസമൊക്കെ ഒഴിച്ച് കുടിച്ച് എല്ലാവരും ആശ്വാസത്തിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നാരങ്ങ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഭയങ്കര വെള്ളം ദാഹമാണല്ലോ, ഭയങ്കര ചൂടാണ്. എളുപ്പം രാവിലെ ആകുമ്പോൾ മഞ്ഞും അല്ലാത്ത സമയം ഭയങ്കര ചൂടുമാണ്. അങ്ങനെ ഒരു നാരങ്ങ വെള്ളം കൂടെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നീര് നമ്മളിവിടെ മീൻ പൊരിച്ച് വെച്ചിരിക്കുകയില്ലേ അതിൽ കൂടെ അങ്ങ് ഒഴിക്കാമെന്ന് നമ്മളൊന്ന് തളിച്ചു കൊടുക്കാം. ഒഴിക്കുകയല്ല, കുറച്ചൊന്ന് തളിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചില്ല് കുപ്പിയിലാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് അധികം യൂസ് ചെയ്യരുതെന്ന് പറയുമല്ലോ, അതുകൊണ്ട് ഈ ഒരു കുപ്പിയിലാണ് ഫ്രിഡ്ജിനകത്ത് വെള്ളം വെക്കണത്. അങ്ങനെ നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉപ്പ് ഇടും, പഞ്ചസാര ഇടും. പഞ്ചസാര കുറച്ച് കൂടുതലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചെടുക്കണം. ഇന്നിപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് അടിക്കാത്തത്. ഉപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് അങ്ങ് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയി എൻ്റെ പൊന്നോ എന്ത് ആശ്വാസം എന്നറിയാമോ. ഇനി അമ്മയ്ക്കും കൂടെ കൊണ്ടു കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം. അവിടെ ബാക്കിൽ ഒരാൾ ഭയങ്കര ഡാൻസ് നടക്കുകയാണ്. സ്കൂളിലത്തേക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് ആ സംഭവം പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷീറ്റിൽ എനിക്ക് ഉണ്ടാക്കി താമ എനിക്ക് ഇവിടെ കളിക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇപ്പോൾ അത് വെച്ചിട്ടാണ് എപ്പോഴും കളി. ഈ പട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയില്ല ഇവിടെ ഇഷ്ടം പോലെ പട്ടികളുണ്ടെന്ന്. അതെന്തെങ്കിലും ബഹളം വയ്ക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ കേശു ഓടി ചെന്നിട്ട് ആ അലക്കലിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഇതിട്ടിങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, ഇതിൻ്റെ വല്ലാത്ത സൗണ്ടാണ്. അത് കേൾക്കുന്നത് പട്ടികളങ്ങ് ഓടിക്കോളും. അങ്ങനെ കറികളൊക്കെ എല്ലാം റെഡിയായി. അയലക്കറിയായി, ചക്ക എരിശ്ശേരിയായി, അതുപോലെ തന്നെ പൊരിച്ച മീനായി, രസമായി. അയലത്തല അളിയനും കൊടുക്കൂലെന്നാണല്ലോ, അത്ര ടേസ്റ്റ് ഇല്ലേ അയലത്തലയ്ക്ക്. പിന്നെ ഈ അയലത്തല അളിയനും കൊടുക്കില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അയലത്തല അളിയനും കൊടുക്കുമെന്ന് പറയും, അങ്ങനെ എന്തൊക്കെയോ പറയണേക്കാം. എന്തായാലും ഞങ്ങളിങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇനി രാത്രിയത്തെ അല്ല വൈകുന്നേരത്തെ അടിച്ചു വരലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇനി കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അത് ഈ ബാക്ക് സൈഡൊക്കെ ഒന്ന് തറയോടിടണം, അടുക്കള വൃത്തിയാക്കണം. എൻ്റെ അടുക്കള എനിക്കിപ്പോൾ അറിയാം, അടുക്കള ഒരു പരുവായിട്ട് കിടക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിലോട്ട് പോയതുകൊണ്ടാണ് അടുക്കളയൊക്കെ ഒന്നും വൃത്തിയാക്കാനായിട്ട് പറ്റാത്തത്. നമുക്ക് അടുക്കള വൃത്തിയാക്കി ബാക്കിൽ തറയോടിടണം എന്നൊക്കെയായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ അതായിരുന്നു പ്ലാൻ എ. ഇപ്പോൾ പ്ലാൻ ബി ആയതുകൊണ്ടാണ് അതൊന്നും നടക്കാത്തത്. പിന്നെ ഞാൻ ഈ ചവറെന്തെന്ന് അറിയാമോ, ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ടൊന്ന് തീയുടെ എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ കുഞ്ഞ പുല്ലുകളുണ്ടല്ലോ, അത്ര നിൽക്കണ കണ്ടില്ലേ. എത്ര പുഴുത് കളഞ്ഞാലും അത് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കും. വേറെ ഒന്നുമല്ല, അവിടെ എപ്പോഴും വെള്ളം വീഴും. നമ്മൾ തുണി അലക്കണ വെള്ളമൊക്കെ അവിടെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഇവിടുത്തെ പുല്ലൊന്നും പോവാത്തത്. നമുക്ക് വലിയ പുല്ലാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പിച്ച് കളയാൻ പറ്റും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെറുതാണ്, ഇങ്ങനെ നിലം പറ്റി കിടക്കുന്ന പുല്ലുകളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് തീയിട്ടത് അവിടം വരെ എത്തി. അപ്പോഴീ തീയിട്ട ഭാഗത്തൊന്നും ഇപ്പം അധികം അങ്ങനെ പുല്ല് മുളയ്ക്കണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ടൊക്കെ തീയിടുന്നത്. ഇനി ഞാൻ തൂക്കാറാവുമ്പോൾ കേശു ഇങ്ങനെ കൂടെ വന്ന് നിൽക്കും. എന്തിനാണെന്നറിയാമോ, അപ്പോഴേ ഗേറ്റ് തുറന്നിട്ട് കേശുവിന് വെളിയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. ഇന്നലെ ഇതുപോലെ ആയിരുന്നേ. അവിടെ ആ ഒരൊറ്റ പ്രസവത്തിൽ 8 കുഞ്ഞുങ്ങളെ ഞാനൊന്ന് കാണിച്ചു തന്നില്ല, എല്ലാം ഒരേപോലെ ഉള്ളത്. അതിൽ 3 ചത്തുപോയി. ഒരെണ്ണം വണ്ടി ഇടിച്ച് ചത്ത്, അത് ആദ്യം ചത്ത്. അല്ലാതെ 2 ഉള്ളതും ഈ കുഞ്ഞുങ്ങൾ എന്തെന്നറിയാമോ, വണ്ടി വരുമ്പോൾ മാറിക്കൊടുക്കൂല. എത്ര ഹോൺ അടിച്ചാലും അത് മാറില്ല. അപ്പം ഞാൻ തന്നെ പറയും, ഈ പട്ടിക്ക് മാറിക്കൊടുത്തൂടെയെന്ന്. അപ്പോൾ ചേട്ടൻ പറയാറുണ്ട്, അതിന് അവറ്റേക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്കുള്ള പ്രായമല്ലേ ഉള്ളൂ, കുഞ്ഞു കുട്ടികളല്ലേ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 2 റോഡ് ചത്ത് കിടക്കണം. ഒരു ഓട്ടോ കയറിയതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓട്ടോ കയറി ആ കുഞ്ഞുങ്ങൾ ചത്ത് കിടന്നപ്പോൾ ആ പട്ടിയുടെ
തള്ളപ്പട്ടിയില്ലേ അതിൻ്റെ വിഷമം കാണുന്നവരുന്ന് കേട്ടോ, ഭയങ്കര സങ്കടത്തിൽ. എത്രയായാലും അമ്മയല്ലേ, അതിങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുകയായിരുന്നു. അതും റോഡിലല്ലേ കിടക്കുന്നത്, നമ്മൾ എരിക്ക് നിൽക്കണില്ല, ആ ഭാഗത്താണ് ചത്ത് കിടന്നത്. പിന്നെ ഈ വണ്ടികളൊക്കെ പോകുമ്പോഴും ആൾക്കാർ വരുമ്പോഴും ഈ പട്ടി വയലൻ്റ് ആവണുണ്ട്. നമ്മളൊക്കെ ആഹാരവും കൊടുത്ത് നമ്മൾ അറിയാമെന്നുള്ളതാണ്, എന്നാലും അത് നമ്മൾ ഇറങ്ങുമ്പോൾ അതൊരു ദേഷ്യം. എൻ്റെ കുഞ്ഞുങ്ങൾ ചത്തുപോയതുകൊണ്ടായിരിക്കും. ഞാനിങ്ങനെ തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. കേശു ഇറങ്ങിയിട്ട് അപ്പോൾ ആ തള്ളപ്പട്ടി അവിടെ ഇല്ലായിരുന്നു. അതിനെ എടുത്ത് മാറ്റിയില്ല. എനിക്കാണെങ്കിൽ എടുത്ത് മാറ്റാൻ സത്യം പറഞ്ഞ് എനിക്ക് മടിയാണ്. എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിട്ട് കുഴിച്ചിട്ട്, അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ വന്നിട്ട് എടുത്ത് മാറ്റുമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് കേശു എൻ്റെ കൂടെ വന്നിട്ട് മോനിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോയി. ഞാൻ മോനെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് തൂത്തുകൊണ്ട് നിൽക്കുകയാണ്. നോക്കിയപ്പോൾ ആ പട്ടി ഉണ്ടല്ലോ എവിടെ നിന്ന് അറിഞ്ഞൂട്ടാ, എൻ്റെ കൊച്ചിനെ കടിച്ചത് തന്നെയായിരുന്നു. അയ്യോ, അത് കുതിച്ച് വാങ്ങിങ്ങി വന്ന് കേശു ആണെങ്കിൽ എന്ത് പറയാനായിട്ട് ഉപ്പൂറ്റി തലയെ തൊടുമെന്ന് പറയുമല്ലോ, ആ രീതിക്ക് കേശു ഓടി. നമുക്ക് ഒരു സെക്കൻഡ് സമയമുണ്ടല്ലോ, നമ്മളെ കൺമുന്നിൽ ഇതുപോലൊരു അപകടം നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ കൈയും കാലും ആടൂല. നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള നമ്മൾ റിലേ പോകും, നമ്മളൊന്നതൊന്ന് റിയലൈസ് ചെയ്ത് വരാനായിട്ട് ഒരു 2 സെക്കൻഡ് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അയ്യോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അതിനുശേഷം ഞാൻ തുറപ്പെടുത്ത ആ പട്ടീനെ എറിഞ്ഞതും അതിനും സ്വബോധം വന്ന് ഇവരൊക്കെ ആണല്ലോ എന്നുള്ള ബോധം ആ പട്ടിക്കും അപ്പോഴാണ് തോന്നുന്നു വന്നത്. ഉടനെ ആ പട്ടി അങ്ങ് മാറിപ്പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ കേശുവിന് കടി കിട്ടിയത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട് ആൾക്ക്. അപ്പം നന്ദു അനന്തുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ചായ ഇടാനായിട്ട് പാലില്ല. ഞാൻ കുറേ സമയം വേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ അനന്തുവിൻ്റെ അടുത്ത് ഒരു പാല് വാങ്ങിച്ചുകൊണ്ട് വാടാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ വാങ്ങാൻ പോണതാണ്. അപ്പോൾ അതാ കൂടെ ആളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അളിയാ ഞാനും വരണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ ചെന്ന് ആ റോഡിൽ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആ കേശുവിനെ കൂടെ വിട്ട് അനന്തുവിൻ്റെ കൂടെ. അപ്പോൾ 2 ആളും കൂടെ പാലും വാങ്ങിച്ചുകൊണ്ട് വരെയാണ്. ആദ്യമായിട്ടാണ് കേശു ഇങ്ങനെ അനന്തുവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോണത്. ഒറ്റയ്ക്കെന്നല്ലതാ, അവിടെ ആ പോസ്റ്റിൻ്റെ അടുത്ത് ഞാനാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വലിയ ആളായിട്ട് ഞാൻ പോയി പാലൊക്കെ വാങ്ങിച്ചല്ലോ എന്നൊക്കെ ഭയങ്കര സന്തോഷം കേശുവിന്. അങ്ങനെ ഞങ്ങൾ പാലും വാങ്ങിക്കൊണ്ട് തിരിച്ചു വരെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയതിൻ്റെ വീരസാഹസിക കഥകൾ കേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരെയാണ്. എവനാ ഇനി ചായ ഇടണം. അത് കേശുവിൻ്റെ ലഞ്ച് ബാഗ് ഇരിക്കണുണ്ടല്ലേ, അപ്പോൾ ലഞ്ച് ബാഗ് ചേട്ടനൊരു ആവശ്യത്തിന് ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോഴേക്ക് കൊണ്ടുപോയി. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു, ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ പൊന്നോ, ആ ലഞ്ച് ബാഗ് കൊണ്ടുപോയ സമയം തൊട്ടൊക്കെ തുടങ്ങിയ കരച്ചിലാണ്. അവൻ്റെ സാധനങ്ങളൊക്കെ മോൻ്റെ സാധനങ്ങൾക്ക് എല്ലാത്തിനും അവന് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ, ഒരു സെൽഫിഷാണ്. അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ എൻ്റെ ലഞ്ച് ബാഗ് അതിന് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരൂല, എൻ്റെ ലഞ്ച് ബാഗ് പോക്ക് തന്നെ എന്നും പറഞ്ഞൊക്കെ ആയിരുന്നു കരച്ചിൽ. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ചേട്ടൻ നേരത്തെ ഇങ്ങനെ കൊണ്ട് തന്ന ലഞ്ച് ബാഗ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതിൽ ചായ കൊണ്ടുപോയതായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ ഒരാവശ്യത്തിന്. അങ്ങനെ ഇനി ഇതാ ചായ കുടിക്കണം. നല്ലൊരു ചായ, നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഇടണേ. തേയിലേക്ക് തീരാറായി, തേയില വാങ്ങിക്കണം. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എല്ലാം തീരാറായിരിക്കുകയാണ് കേട്ടോ. കുറേ നാളായി ലുലുവിൽ പോയിട്ട്, എത്ര നാളായെന്നറിയാമോ? അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ലുലുവിൽ പോയാണ് സാധനം എടുക്കുന്നത്. ഇപ്പോൾ മനഃപൂർവ്വം പോവാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഇഷ്ടംപോലെ ഓഫറുകൾ കാണാം. ഈ ഓഫർ കാണുമ്പോൾ ഉണ്ടല്ലോ വാരി അങ്ങ് എടുക്കും. അവസാനം ബില്ലിടാൻ നേരത്ത് 5000 6000 രൂപ വരും. അയ്യോ, നമുക്കത് വലുതാണ്. ചിലപ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ലുലുവിൽ പോവാറില്ല. ഇപ്പം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങണത്. നമ്മൾ തൊട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റുണ്ട്. അങ്ങനെ കേശു എടുത്ത് വെച്ചിട്ട് മോൻ്റെ ഹോംവർക്ക് എഴുതുകയാണ്. അപ്പം നന്ദു നോക്കണുണ്ട് എഴുതണതെല്ലാം. അങ്ങനെ ചേച്ചിയുടെ കൂടെ ഇരുന്നാണ് ഹോംവർക്ക് എഴുതണത്. ഇപ്പോൾ ഈ ഹോംവർക്ക് എഴുതാനൊക്കെ ഇപ്പം ഞാൻ പുഷ് ചെയ്യേണ്ട, മോൻ തന്നെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാനങ്ങ് എഴുതി വെക്കാം, വേണ്ട മോനെ നാളെ സ്കൂളില്ല, നാളെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാലും പറയും ഇല്ല അമ്മ ഞാൻ എഴുതാമെന്ന് പറയും. ഒരു പേടിയുണ്ട് ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും. അപ്പോൾ അവരവിടെ ഇരുന്ന് ചേച്ചിയും മോനും കൂടെ ഹോംവർക്കൊക്കെ ചെയ്യുകയാണ്. അമ്മ സീരിയലിൻ്റെ ഫ്രണ്ടിലായി. അപ്പോൾ ഞാനിനി ചായ ഇടണം. പതിവ് പോലെ തന്നെ ഇന്നും വെള്ളമില്ല, അത് അച്ചിട്ടാണ് കേട്ടോ. മിക്കവാറും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. ഇപ്പോൾ 2 ദിവസം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വെള്ളം കാണുകയില്ല. അങ്ങനെ അപ്പം നമ്മൾ ആ 2 പാത്രത്തിൽ, ഒരു പാത്രത്തിൽ പിടിച്ചു വയ്ക്കും. പിന്നെ ആ 2 സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ അതിലൊക്കെയാണ് വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത്. എപ്പോഴും നമുക്ക് വെള്ളം സ്റ്റോക്കാണ്. നമുക്ക് ടാങ്കിൽ വെള്ളം കാണും, പക്ഷെ നമുക്ക് കുടിക്കാനായിട്ട് ഈ ടാങ്ക് നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യണതല്ല. അപ്പോൾ പിന്നെ വെള്ളം തീരണ സമയത്ത് ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അത് നമ്മൾ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ മാത്രമേ ആ വെള്ളം ഉപയോഗിക്കുകയുള്ളൂ.
പിന്നെ പ്ലം കേക്ക് ഇരിക്കുകയാണ് കേട്ടോ. പ്ലം കേക്ക് ഇതുവരെ തീർന്നില്ല, കുറേ പ്ലം കേക്ക് കിട്ടിയായിരുന്നല്ലോ. അങ്ങനെ ചായ ഇടുമ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ പ്ലം കേക്ക് എടുക്കുന്നത്. അതുമല്ല, ചില കമ്പനിയുടെ പ്ലം കേക്ക് ഭയങ്കര സ്വീറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കാണില്ല. അങ്ങനെ നമുക്കൊരു കിട്ടിയതിലൊരു 2-3 വെറൈറ്റി കേക്കാണ് കിട്ടിയത്. എല്ലാം പ്ലം കേക്ക് തന്നെ, പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ല രുചിയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അത് കഴിച്ച് ഏകദേശമായി. ഇനി ഒരു പ്ലം കേക്ക് ഇരിപ്പുണ്ട്, അതിൽ ഇനി ഒരു 3/4 ഭാഗത്തോളം ഇരിപ്പുണ്ട്. അതിന് ഇനിയിപ്പോൾ അതൊക്കെ ഡേറ്റ് മാറുമെന്നാണ് തോന്നണത്. നമ്മൾ ക്രിസ്മസിന് വാങ്ങിച്ച കേക്ക് തന്നെ ഫുള്ള് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഇത്രയും ദിവസമായില്ല. ക്രീം കേക്ക് നമുക്ക് പ്ലം കേക്ക് പിന്നെ ഇരിക്കും, ക്രീം കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇരിക്കില്ല. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് പിന്നെ കാക്കയ്ക്കാണ് കൊടുത്തത്. ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് മേളിൽ കയറിയതാണ്. അപ്പോൾ എൻ്റെ ആ ബാൾസം ചെടികളൊക്കെ എല്ലാം പൂത്ത് തുടങ്ങിയിട്ടാ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 2-3 കളറേ ഉള്ളൂ. അതിൽ എനിക്കിനി ഒരുപാട് കളർ കിട്ടിയെങ്കിൽ കൊള്ളാമെന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഈ ചെടി ഇങ്ങനെ കുറച്ച് ഫെമിലിയറായി വന്നത് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ചെടിപ്രാന്തായിരുന്നു. എൻ്റെ വീട്ടിൽ, എൻ്റെ ആ ഓടിട്ട വീട്ടിൽ ഇല്ലാത്ത ചെടികളില്ലായിരുന്നു. എന്തൊക്കെ വെറൈറ്റി ചെടികളുണ്ടായിരുന്നെന്നറിയുമോ? അതെല്ലാം അന്ന് പിന്നെ ചെടിച്ചട്ടിയിലൊന്നും അല്ല, എല്ലാം കൊണ്ട് തറയിൽ നമുക്കിങ്ങനെ കയറി വരാൻ 2 സൈഡ് പോലെ ഉണ്ടായിരുന്നു. ആ 2 സൈഡിൻ്റെയും മുറ്റം ഇങ്ങനെ 2 സൈഡ് പോലെ ആയിരുന്നു. ആ 2 സൈഡിലും അമ്മ ഇങ്ങനെ ഇഷ്ടം പോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ബാൾസം ചെടികളുണ്ടായിരുന്നു പല വെറൈറ്റിയിൽ. പിന്നെ ഈ ഡബിൾ ഷെയ്ഡ് വരണതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ ഇത് ഫീൽഡ് ഔട്ട് ആയെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഈ ബാൾസം തന്നെ ഇതിൻ്റെ വേറെ ഒരു വേരിയൻ്റ് മോഡലൊക്കെ ഇപ്പോൾ ഇറങ്ങണുണ്ടല്ലോ. അതിനെന്തോന്ന് പറഞ്ഞു, ചൈനീസ് ബാൾസം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. മറ്റേ കുറച്ചും കൂടെ അതിൻ്റെ ഇല തന്നെ കുറച്ചും കൂടെ ഡാർക്ക് കളറിലൊക്കെ വരുന്ന ബാൾസം ചെടികളില്ലേ. പക്ഷേ ഇതിന് ഒരുപാട് വെയിൽ വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് ഈ മേളിൽ നട്ടതാകുമ്പോഴേക്ക് ഈ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ഇതിന് ഒരുപാട് അങ്ങനെ വേറെ ഇറങ്ങണതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ വെയിൽ വേണ്ട, അവിടെ വെയിലില്ലെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ട്. ഉച്ച നേരമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെയിലടിക്കും അവിടെ. അങ്ങനെ കുറേ തുണികൾ അലക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം. ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ അങ്ങ് മടക്കി കൊണ്ടുപോകാമെന്ന്. ഇനി കൊണ്ട് താഴെ ഇട്ടാൽ ചിലപ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ആ സെറ്റിൽ ഇട്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ ആ ഡൈനിങ് റൂമിൽ ആ സെറ്റിൽ കൊണ്ടങ്ങ് ഇടും. അത് ചിലപ്പോൾ ഒരു ദിവസം അങ്ങനെ അങ്ങ് കിടക്കും. അപ്പോൾ വിചാരിച്ച് വേണ്ട, ഇവിടെ നിന്ന് തന്നെ കുറച്ചങ്ങ് മടക്കി കൊണ്ടുപോയാൽ സമയവും ഉണ്ട്. ചില സമയത്ത് ഇതൊക്കെ തോന്നുള്ളൂ കേട്ടോ, ചിലപ്പോൾ എല്ലാം കൂടെ ആരിക്കൊണ്ടൊരു ഇടക്കുണ്ട്. ഇന്നിപ്പോൾ എന്തോ നല്ല മൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തന്നെ അങ്ങ് മടക്കി വൃത്തിയാക്കി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.